വൃത്തിയാക്കുന്നതിനിടെ അപകടം, 3 പേർ കുടുങ്ങിക്കിടക്കുന്നു. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, എപ്പോഴാണ് സംഭവം? എന്താണ് നിലവിലെ സാഹചര്യം? 15 മിനിറ്റ് മുമ്പാണ്, അല്ലെങ്കിൽ ആ നേരത്താണ് ശുചിമുറി മാലിന്യം വൃത്തിയാക്കുന്ന ഒരു ഹോട്ടലിന്റെ മാൻഹോളിലേക്ക് തൊഴിലാളികൾ വൃത്തിയാക്കുന്നതിനായി ഇറങ്ങിയത്. അത് വലിയ ഒരു ആഴമുള്ള ഒരു മാൻഹോളാണ്. അത് ആ മാൻഹോളിലാണ് ഇപ്പോൾ 3 പേർ അകപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടുക്കി കട്ടപ്പനയുടെ ടൗൺ പരിസരത്തുള്ള തന്നെ ഒരു സ്വകാര്യ ഹോട്ടലിന്റെ മുമ്പിലാണ് ഈ സംഭവം ഉള്ളത്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് അല്പം മുമ്പ് ഈ തൊഴിലാളികൾ, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണെങ്കിൽ തൊഴിലാളികൾ താഴേക്ക് ഇറങ്ങി വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായി താഴേക്ക് ഇറങ്ങിയത്. പക്ഷേ അതൊരു വലിയ ആഴമേറിയ മാൻഹോളാണ്. മാൻഹോളിൽ നിന്ന് താഴേക്ക് പോകുമായിരുന്നു. താഴേക്ക് അവർ 3 പേർ, ആദ്യം ഒരാൾ പോയി, വീണ്ടും മറ്റൊരാൾ പോകുന്നു. 3 പേരും താഴേക്ക് വൃത്തിയാക്കുന്നതിന് ഒരാളെ കാണാതെ വന്നപ്പോഴാണ് മറ്റു 2 പേരും താഴേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് അഗ്നിരക്ഷാസേനയിൽ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ അഗ്നിരക്ഷാസേന അവിടെ എത്തുകയും ഇപ്പോൾ കട്ടപ്പന ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഈ അഗ്നി രക്ഷാസേന ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അവരെ ഓക്സിജൻ താഴേക്ക് ഇട്ടുകൊണ്ട് ഈ തൊഴിലാളികൾ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഒരു പ്രതികരണം ഉണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ആ പ്രതികരണം ഉണ്ടെങ്കിൽ അവർ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം അവർ ഓക്സിജൻ സിലിണ്ടർ നുള്ള ഓക്സിജൻ താഴേക്ക്, വലിയ കുഴിയാണ്, മാൻഹോളിൽ നിന്ന് താഴേക്കുള്ള വലിയ കുഴിയാണ്. ആ കുഴിയിലേക്ക് ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഓക്സിജൻ പാസ് ചെയ്ത ശേഷം തൊഴിലാളികളുമായി ഏതെങ്കിലും തരത്തിൽ അവർക്ക് സംവദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം അല്പം മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. ഏതാണ്ട് 15 മിനിറ്റ് ആയുള്ളൂ രക്ഷാപ്രവർത്തനം. അവർ ഉള്ളിലേക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഏതായാലും ഈ ഒരു പ്രൈവറ്റ് ഹോട്ടലിന്റെ മുമ്പിലുള്ള ഒരു ശുചിമുറിയുടെ, കട്ടപ്പന നഗരത്തിൽ തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഹോട്ടലിന്റെ ശുചിമുറിക്ക് മുമ്പിലുള്ള ശുചിമുറി മാലിന്യം പോകുന്ന ഹോട്ടലിലേക്ക്, അല്ലെങ്കിൽ ആ മാലിന്യ കുഴിയിലേക്കാണ് ഇവര് വൃത്തിയാക്കുന്നതിനായി ഇറങ്ങിയത്. അപ്പോഴാണ് ഈ വലിയ തോതിൽ അവർക്ക് ശ്വാസം ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ പെട്ടെന്ന് അഗ്നിരക്ഷാസേനയെ വിളിക്കുകയും കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം അവിടെ എത്തുകയും ഇപ്പോൾ അവർ ഓക്സിജൻ താഴേക്ക് ഇറക്കുകയും അപ്പോൾ അവർക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ താഴേക്ക് വലിയ മാൻഹോൾ ആണെങ്കിലും ചെറിയ വിടവ് മാത്രമാണ് ഇറങ്ങാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അഗ്നിരക്ഷാസേന ഓക്സിജൻ സിലിണ്ടറിലും താഴേക്ക് ഇറക്കി, അതിനുശേഷം ഉദ്യോഗസ്ഥർ അവിടുന്ന് താഴേക്ക് ഇറങ്ങി, അങ്ങനെ താഴേക്ക് ഇറങ്ങിയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തന നടപടികൾ സ്വീകരിച്ചു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 3 തൊഴിലാളികളാണ് കുടുങ്ങിയത്. അവർ ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് മാത്രമാണ് അവർ രാത്രിയിൽ ഈ അല്ലെങ്കിൽ ശുചിമുറി മാലിന്യം വൃത്തിയാക്കുന്നതിനായി താഴേക്ക് ഇറങ്ങിയത്. പക്ഷേ അവരത് അവിടെ കുടുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പുറത്തുണ്ടായിരുന്ന മറ്റാളുകൾ, ഈ ഹോട്ടലിന്റെ ജീവനക്കാരായിട്ടുള്ള മറ്റാളുകൾ പറഞ്ഞ ശേഷമാണിത് അഗ്നിരക്ഷാസേന അവിടെ എത്തുകയും ഇവർ അപകടത്തിൽ പെട്ടു എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പിന്നീട് അവർ അവിടെ എത്തുകയും ഈ ഓക്സിജൻ സിലിണ്ടർ, ഇപ്പോൾ സിലിണ്ടറിൽ നിന്നുള്ള ഓക്സിജൻ താഴേക്ക് പാസ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് അടിയന്തരമായി അതായിരുന്നു ആദ്യം സ്വീകരിച്ചത്. പിന്നീട് രക്ഷാപ്രവർത്തനത്തിനായി ഇവിടെ ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 3 പേരെയും രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം. അതിനുവേണ്ട നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പന ടൗണിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശുചിമുറി മാലിന്യം ഓടയിലേക്ക് പോകുന്നു. ആ ഓട വൃത്തിയാക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ നഗരസഭയുടെ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ താക്കീത് പോലും വരാതിരിക്കുന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഈ ശുചിമുറി മാലിന്യത്തിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ അവരത് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. 3 പേരും തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ആളുകളാണ്. ഈ ഹോട്ടൽ ജീവനക്കാർ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ പിന്നീട് ഇവരുടെ ശബ്ദം കേൾക്കാതെ വന്നതോടുകൂടിയാണ് ഇവർ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയും അവരോട് ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. രക്ഷാപ്രവർത്തന നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഓക്സിജൻ സിലിണ്ടർ താഴേക്ക് ഇറക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഓക്സിജൻ താഴേക്ക് പാസ് ചെയ്തുകൊണ്ട് വലിയ ഗർത്തമാണ്, മാൻഹോളിൽ നിന്നുള്ള വലിയ ഗർത്തമാണത്. അത് അവിടെ നിന്ന് ഈ ശുചിമുറി മാലിന്യം വരുന്ന വലിയ മാൻഹോളിൽ നിന്ന് താഴേക്ക് ഓടയിലേക്ക് പോകുന്ന ഇതാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ നഗരസഭയുടെ ഓടയുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ രാത്രി കാലത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് പകൽ സമയത്ത് ഇത് വലിയ തോതിൽ ഗന്ധം ഉയരുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രാത്രി കാലത്തിൽ അത് ഈ ജോലി ചെയ്യുന്നതിന് വേണ്ടി തൊഴിലാളികളെ അവിടെ ഇറക്കി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നഗരസഭ അധികൃതരും അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.